എവരിവൺ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ? നല്ല രസമായിരുന്നല്ലേ? പ്രാക്ടിക്കൽ സെഷൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. നമ്മൾ 2 ആപ്ലിക്കേഷനൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ ICT എന്ന സബ്ജക്റ്റിലെ 3rd ചാപ്റ്ററായ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ്. ഓക്കെ, വെബ് ഡിസൈനിങ് മിഴിവോടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം നിങ്ങൾ 9th HTML ഒക്കെ പഠിച്ചതാണ് അല്ലേ? ചെറുതായിട്ടൊന്ന് വെബ് പേജ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ മിസ് ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓൾറെഡി നിങ്ങൾക്ക് ഇതിന് ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഓർമ്മയുണ്ടോന്നൊന്ന് നോക്കാം. ഓക്കെ, എന്തായിരുന്നു HTML എന്ന് പറയുന്നത്? അതൊരു ലാംഗ്വേജ് ആണ് അല്ലേ? സിമ്പിളായിട്ടൊരു വെബ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. എന്താണ് HTMLന്റെ ഫുൾ ഫോം ഓർമ്മയുണ്ടോ? നമുക്കത് തിയറിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ഫോം ഓഫ് HTML എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതാണ് HTMLന്റെ ഫുൾ ഫോം. എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, അതപ്പോൾ ഓർത്തിരിക്കുക, മാറിപ്പോവരുത്. ഓക്കെ, ദെൻ എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് വെബ് പേജസ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു വിക്കിപീഡിയ, നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ വിക്കിപീഡിയ എടുക്കുകയെന്ന് വിചാരിക്കുക. അതിനകത്ത് നിങ്ങൾ ആ ഒരു കണ്ടന്റ് എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്തത് അത് വായിച്ച് നോക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ വേറൊരു പേജിലേക്ക് പിന്നീട് പോകും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അതിൽ വായിച്ചു വരുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വേറൊരു പേജിലേക്ക് പോകും. അങ്ങനെ ഒത്തിരി വെബ് പേജുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് ഇരിക്കുക അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇന്റർ കണക്റ്റഡ് വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് വെബ് പേജസ് എന്നാണ് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? Then HTML tags and attributes are used to make the web pages more attractive. എന്താണ് നമ്മുടെ ഈ ഒരു HTML tags അതുപോലെ തന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വെബ് പേജിന് ഇത്തിരിയും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ, ഇത്തിരിയും കൂടെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരസ്പരം ബന്ധമുള്ള ഒരു കൂട്ടം വെബ് പേജുകളുടെ ശേഖരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എ വെബ് പേജ് ഈസ് ക്രിയേറ്റഡ് ബൈ അനു ആസ് എ പാർട്ട് ഓഫ് ഹെർ സ്റ്റഡി ആക്ടിവിറ്റീസ് ഇൻ ക്ലാസ് 9 ഈസ് ഗിവൺ വിത്ത് ദ ഫയൽ നെയിം സ്കൂൾ കലോത്സവം.html ഇൻ ദി വെബ് ഡിസൈനിങ് ഫോൾഡർ ഇൻ സ്കൂൾ റിസോഴ്സസ് ഫോർ ക്ലാസ് 10. അതായത് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 10ൽ വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോൾഡറിൽ സ്കൂൾ കലോത്സവം.html എന്ന പേരുള്ള ഒരു ഫയൽ നെയിം ആയിട്ടുള്ളൊരു ഫയൽ അതിലുണ്ടാകും. അത് 9th, അതായത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് അതൊന്ന് നോക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹോമിൽ നമുക്ക് സ്കൂൾ റിസോഴ്സസ് ഉണ്ട്. ആ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 10ൽ വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ അകത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിൽ നോക്കിക്കേ സ്കൂൾ കലോത്സവം.html എന്ന് പറഞ്ഞ ഫയലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മെയിൻ ഹെഡിങ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. ദെൻ താഴെ കുറച്ച് നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ വീഡിയോ ഉണ്ട്, ഇപ്പുറത്തെ കണ്ടന്റ്. അതുപോലെ തന്നെ അഗെയിൻ താഴെ ഒരു ടേബിളും കൂടെ ഉണ്ട്, അതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ കണ്ടന്റ്, റൈറ്റ് സൈഡിൽ ഒരു ഓഡിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് ഒന്ന് നോക്കിയാലോ? അപ്പോൾ കോഡ് നോക്കാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു എംപ്റ്റി സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ പേജ് സോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സോഴ്സ് കിട്ടിയിട്ടുണ്ട്, അതായത് നമ്മുടെ കോഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമുക്കതാ ഈ ഒരു HTML ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ HTML നമുക്ക് താഴെ തന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? കണ്ടു, അത് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം മേളിൽ നമുക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? നമുക്കതാ ഒരു ഹെഡ് ടാഗ് ഉണ്ട്. ഹെഡ് ടാഗ് താഴെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞിട്ട് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിലിൻ്റെ ഉള്ളിൽ
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂൾ കലോത്സവം എവിടെയാണ് നമുക്ക് കാണാം, ആ ഒരു ടൈറ്റിൽ എവിടെയാണ് ഉള്ളത്, ഇതാ ഈ കാണുന്നതാണ് ആ ടൈറ്റിൽ. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് എന്താ, നമുക്ക് താഴെ ബോഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ. ബോഡി ഓപ്പൺ ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. അത് ഇതാ ഈ കാണുന്ന കളറിന്റെ കോഡാണ് അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് സെൻറ്റർ ആയിട്ട് H1 കൊടുത്തിട്ട് ആ ഒരു ഫോണ്ടിന്റെ ഒരു ഫേസ്, അതായത് ഫോണ്ട് ഫേസ് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റൈല്, ദെൻ ഒരു കളറും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് താഴെ സ്കൂൾ കലോത്സവം 2016 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫോണ്ട് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, H1 ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കിയേ, ഇതാ ഈ ഒരു സ്കൂൾ കലോത്സവം 2016 എന്ന് പറഞ്ഞ അവിടെ കൊടുത്തത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴെ അടുത്തത് കൊടുത്തിട്ടുണ്ട്. അഗെയിൻ സെൻറ്റർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ട് H2 രണ്ടാമത്തെ ഹെഡിങ് ആണ്. അപ്പോൾ H2 ആയിട്ട് നമുക്ക് ആ ഒരു ഫോണ്ടിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ട് വെൽക്കം ടു സ്കൂൾ കലോത്സവം പേജ് എന്ന് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കേ, ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, കണ്ടോ, ആ ഒരു വെൽക്കം ടു സ്കൂൾ കലോത്സവം പേജ് കാണാം. ഇനി അതുപോലെ തന്നെ താഴെ നമുക്ക് അവിടെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IMGSRC എന്ന് പറഞ്ഞ ആ ഒരു ഇമേജ്, ആ ഒരു ഇമേജിൻ്റെ ഹൈറ്റും വെഡ്ത്തും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ കോഡൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓൾറെഡി 9th പഠിച്ച് ചെയ്ത കോഡൊക്കെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് താഴത്തെ ആ ഒരു മെയിൻ കണ്ടന്റ് താഴെ കൊടുത്തിരിക്കുന്നതിനൊക്കെ കുറേ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതാ ഈ താഴെ കാണുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ, അതാണ് അവരവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ താഴെ ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ടേബിളിൻ്റെ കോഡൊക്കെ കണ്ടോ, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ടേബിളിൻ്റെ കോഡ്, അതുപോലെ ആ ടേബിളിൽ എന്തൊക്കെ ആഡ് ചെയ്തിരുന്ന ആ ഒരു കണ്ടന്റും, അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്കൊരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ടാഗും ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സോഴ്സ് SRC എന്ന് പറഞ്ഞിട്ട് അതും ആ ഒരു വീഡിയോൻ്റെ വിഡ്ത്തും ഹൈറ്റും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അഗെയിൻ നമുക്ക് എന്താ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓഡിയോ ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഓഡിയോയും ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാത്തിൻ്റെയും കോഡ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡൊക്കെ ഒന്ന് നോക്കിയേക്കാം, നമ്മൾ ഓൾറെഡി പഠിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോക്കി ഒന്ന് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോഡ് മുഴുവൻ എന്തിൻ്റെയാണ്, നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആ ഒരു സ്കൂൾ കലോത്സവം ഈ ഒരു പേജിൻ്റെ കോഡായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളതൊന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് വരുന്നതാണ് സ്റ്റൈൽ ഷീറ്റ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഈ ഒരു വെബ് പേജിന് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കുറേ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അതിൻ്റെ ആ ഒരു പേജ് ലേഔട്ട്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാ, ഈ ഒരു വെബ് പേജിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദീസ് സ്റ്റൈൽ ഷീറ്റ്സ് ആർ ഫയൽസ് ദാറ്റ് ഡിഫൈൻ ദീസ് തിങ്സ് സെപ്പറേറ്റ്ലി ഫ്രം ദ കണ്ടന്റ്. അപ്പോൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റൈൽ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ഫയലിനെയാണ് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ വെബ് പേജുകൾ മനോഹരമാക്കാൻ ഉപയോഗിക്കുന്ന ടാഗുകളെയും ആട്രിബ്യൂട്ടുകളെയും പേജ് ലേഔട്ടിനെയും വെബ് പേജിൻ്റെ സ്റ്റൈൽ എന്ന് നമുക്ക് പറയാം. ഇവയെ ഉള്ളടക്കത്തിൽ നിന്ന് വേർതിരിച്ച് പ്രതിപാദിക്കുന്ന ഫയലുകളാണ് സ്റ്റൈൽ ഷീറ്റുകൾ. അതാണ് നമ്മൾ അതിൽ കൊടുക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു ഫയലാക്കി വെക്കുന്നതിന് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് വിളിക്കുന്നു. ആ ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയലാക്കി വെക്കുന്നതിന് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 10th ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വരുന്നതാണ് CSS. ഓക്കെ, നമ്മൾ നേരത്തെ HTML പഠിച്ചു. അപ്പോൾ HTML നമ്മൾ എങ്ങനെയാണ് CSS ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് CSSൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു CSS എന്ന് പറയുന്നത്? ഇപ്പം നിങ്ങളൊരു വെബ് പേജ് നിങ്ങൾ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു വെബ് പേജിനെ മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ടാവുമല്ലോ, കുറേ സ്റ്റൈലുകൾ ഉണ്ടാവുമല്ലോ. ഈ സ്റ്റൈലുകൾ വെച്ച് തന്നെ നിങ്ങൾക്ക് വേറെ കുറേ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ നിങ്ങൾ നോർമലി എന്താ നിങ്ങൾ ചെയ്യുക, ഈ സെയിം കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ അവിടെയും നിങ്ങൾ ടൈപ്പ് ചെയ്യും. അടുത്ത വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ഒത്തിരി ടൈം നിങ്ങൾക്ക് പോകുന്നുണ്ട് അല്ലേ, അതുപോലെ മെമ്മറി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സൊല്യൂഷനായിട്ടാണ് നമ്മൾ CSS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഓരോ വെബ് പേജിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സ്റ്റൈൽ, ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഫയലാക്കി എടുക്കും.
Okay, so a block of same code is repeated in the different pages of a website. To avoid wastage of time and memory space, the repeated code is stored in one place and can be used. അതായത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഈ കോഡെല്ലാം നമുക്ക് ആ ഒരു കോഡ് മാത്രമായിട്ട് നമുക്കൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് ആ ഫയൽ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതായത് എല്ലാ വെബ് പേജിലും നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റൈലിനെ നമ്മൾ വേറൊരു പേജാക്കി മാറ്റുന്നു, വേറൊരു ഫയലാക്കി മാറ്റുന്നു. എന്നിട്ട് ആ ഫയലിനെ നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യണോ അപ്പോൾ ഡയറക്റ്റ് ആ ഒരു ഫയൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് നമ്മുടെ ടൈമും നമുക്ക് വേസ്റ്റ് ആവില്ല, അതുപോലെ തന്നെ മെമ്മറിയും നമുക്ക് കുറച്ച് മതിയാകും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഓർ CSS. Okay, this technology developed to avoid repetition of the code effectively. അപ്പോൾ എന്താണ് CSS എന്ന് മനസ്സിലായോ? അതായത് നിങ്ങൾ ഓൾറെഡി HTML വെച്ചിട്ട് നിങ്ങളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറേ സ്റ്റൈലുകൾ ഉണ്ടാവും. ഓക്കെ, ഈ സ്റ്റൈലുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒത്തിരി പേജിൽ യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം ആ ഒരേപോലെയുള്ളത് സെയിം ടൈപ്പ് ഓഫ് ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ ഫയലാക്കി മാറ്റിയെടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ ഫയൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതാണ് ഈ ഒരു CSS എന്ന് പറയുന്നത്. ഓക്കെ, സോ വെബ്സൈറ്റിലെ വിവിധ പേജുകളിൽ ഒരേ കോഡ് ആവർത്തിച്ച് എഴുതുവാൻ ഇടപെടുന്നു. ഇത്തരത്തിലുള്ള കോഡ് ആവർത്തനം ഒഴിവാക്കി സമയവും മെമ്മറി സ്പേസും ലാഭിച്ച് ഒരു സ്ഥലത്ത് മാത്രം കോഡ് എഴുതി ആ കോഡുകൾ എല്ലാ വെബ് പേജിലും ഉപയോഗിക്കുന്ന സംവിധാനമാണ് CSS. ക്ലിയർ ആയോ? അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് CSS എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു CSS ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്സ് ഒന്ന് നോക്കി വെച്ചാൽ മതി, നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു CSS ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ കോഡെല്ലാം നമ്മൾ എഴുതേണ്ടത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗിനുള്ളിലായിരിക്കണം. അതായത് നമ്മളിപ്പോൾ HTML ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ, ഇങ്ങനെ ഓരോരോ ടാഗുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ CSSലെ കോഡ് മുഴുവൻ നമ്മൾ എഴുതേണ്ടത് ഇതാ ഈ ഒരു ഹെഡ് ടാഗിൽ, ഹെഡിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ആ ഒരു കോഡ് മുഴുവൻ എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഗീവ് എ നെയിം ടു ദ ടാഗ് ടു ബി യൂസ്ഡ് ഫോർ ദ കണ്ടന്റ് ഇൻസൈഡ് ദി സ്റ്റൈൽ ടാഗ്. അതായത് സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോഡിന് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ആ ഒരു ടാഗിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പേര് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ പ്രോപ്പർട്ടീസ് എല്ലാം കേളി ബ്രേസസിൻ്റെ ഉള്ളിലായിരിക്കണം എഴുതേണ്ടത്. ദെൻ നമ്മുടെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ വാല്യൂസും ഒരു കോളൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി എൻഡ് വിത്ത് സെമികോളൻ. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ റൂൾസൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇതിൽ ചെയ്യുന്നതെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ സെഷനിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം ഈ ഒരു CSSൻ്റെ ടാഗ് കോഡ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ അതിനൊരു പേര് നമ്മൾ കൊടുക്കണം. ഓക്കെ, പേര് കൊടുക്കണം. ദെൻ അതിൻ്റെ എല്ലാ വാല്യൂസും നമ്മളൊരു കോളൻ വെച്ചിട്ടായിരിക്കണം. അതായത് നമ്മുടെ പ്രോപ്പർട്ടി സെപ്പറേറ്റ് ചെയ്ത്, പ്രോപ്പർട്ടി വാല്യൂസ് സെപ്പറേറ്റ് ചെയ്ത് ഒരു കോളനിലായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കേളി ബ്രേസസിൻ്റെ ഉള്ളിലായിരിക്കണം ഈ ഒരു കോഡ് എഴുതേണ്ടത്. ആൻഡ് എവറി ലൈൻ മസ്റ്റ് ബി എൻഡ് വിത്ത് സെമികോളൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. സോ ആപ്ലിക്കേഷൻ എടുക്കാം. അതിൻ്റെ ആക്സസറീസിൽ നേരെ താഴെയായിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു gedit ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, അതല്ല, നമുക്ക് താഴെയുള്ള ടെക്സ്റ്റ് എഡിറ്ററാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിൽ അവർ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് 3.1 എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ ഒരു കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഡോക് ടൈപ്പ് HTML നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഇത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, എന്നാലും ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് HTML 5th വേർഷനാണ്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാഗ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ടൈപ്പ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ HTML ഓപ്പൺ ചെയ്യാം.
അതുപോലെ തന്നെ നേരെ കൈയോടെ അത് ക്ലോസും ചെയ്തേക്കുക താഴെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ക്ലോസ് ചെയ്യാനായിട്ട് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെടുത്താലും ഏത് നമ്മൾ ഓപ്പൺ ചെയ്താലും ആ ടാഗ് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ക്ലോസ് ചെയ്ത് പോവുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ HTML ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഹെഡിനുള്ള നമുക്ക് എന്താ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ നമുക്ക് സ്കൂൾ കലോത്സവം എന്ന ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ടൈറ്റിൽ ക്ലോസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് സേവ് വേണം, നമുക്കിത് മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഫുൾ കോഡ് അടിക്കാം. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് സ്റ്റൈല്. ഓക്കെ, സ്റ്റൈൽ നമ്മൾ പറഞ്ഞു CSS കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സ്റ്റൈലിൻ്റെ ഉള്ളിലായിരിക്കണം, സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം എന്ന് പറഞ്ഞു. ഹെഡിൻ്റെ ഉള്ളിൽ സ്റ്റൈലിൻ്റെ അകത്ത് നമ്മൾ സ്റ്റൈൽ ഇവിടെ ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ സ്റ്റൈലിന് P എന്ന് കൊടുക്കുകയാണ് പേര്, കാരണം നമ്മൾ പാരഗ്രാഫിനാണ് ഈ ഒരു സ്റ്റൈൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ P എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനൊരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് ഫോണ്ട് ഫാമിലി. ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഫോണ്ട് ഫാമിലി എന്ന് എഴുതുക, ഒരു കോളൻ കൊടുക്കുക, ഏത് ഫോണ്ട് ഫാമിലി ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക, എന്നിട്ടൊരു സെമി കോളൻ കൊടുക്കുക. ഇതാണ് നമുക്ക് ആ ഒരു റൂൾസ് പറഞ്ഞിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ താഴെ കളർ നോക്കുക, ഇവിടെ U യൂസ് ചെയ്യില്ല, COLOR ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോളൻ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഏത് കളറാണ് ആ കളർ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെമി കോളൻ ഇടുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫോണ്ടിൻ്റെ സൈസ്, ഇപ്പോൾ ഫോണ്ട് -സൈസ് ദെൻ കോളൻ, എന്നിട്ട് സൈസ് നമ്മളിവിടെ പിക്സൽസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 20 പിക്സൽ കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ CSSൽ കൊടുക്കുന്നത്. ആ ഒരു സ്റ്റൈൽ കൊടുത്തു, പേര് കൊടുത്തു, അത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഹെഡ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ താഴെ ബോഡി ഓപ്പൺ ചെയ്തു. ദെൻ ആ ഒരു ബോഡി ക്ലോസ് ചെയ്തേക്കുക. ഓക്കെ, ബോഡി നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഇനി ആ ഒരു ബോഡിയുടെ ഉള്ളിലാണ് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് H3 എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങിൻ്റെ കൊടുക്കുകയാണ്. H3 സിംഗിൾ ഐറ്റംസ്. ഓക്കെ, എന്നിട്ട് H3 ഞാൻ ക്ലോസ് ചെയ്തു. ദെൻ അതിൻ്റെ താഴെ അടുത്തത് P, അതായത് പാരഗ്രാഫ്. അപ്പോൾ ഈ ഒരു P നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ കണ്ടു, ഈ ഒരു CSSൽ കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ വരുന്നത് ഇനി നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്കാണ്. ഓക്കെ, അപ്പോൾ P എന്ന് പറഞ്ഞിട്ട് ഞാൻ മോഹിനിയാട്ടം, ദെൻ ഒരു ബ്രേക്ക് കൊടുത്തു. ബ്രേക്ക് കൊടുക്കുക നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഭരതനാട്യം എന്നും കൊടുത്തു. എന്നിട്ട് ഞാൻ ആ ഒരു P ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആ P എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് ആ ഒരു പാരഗ്രാഫ്, ആ ഒരു മോഹിനിയാട്ടം, ഭരതനാട്യം, ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് അവിടെ കൊടുക്കേണ്ട ഫോണ്ട് ഫാമിലി, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാണ്. അപ്പോൾ എല്ലാ കോണും ഒരൊറ്റ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ എവിടെയാണോ എന്തിനാണോ നമ്മൾ ആ ഒരു സ്റ്റൈൽ കൊടുക്കേണ്ടത് അതിൻ്റെ പേരായിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ P എന്ന് കൊടുത്തിരിക്കുന്നത് ആ ഒരു പാരഗ്രാഫിനായതുകൊണ്ടാണ്, സെയിം നെയിം തന്നെയാണ് ഞാൻ അവിടെ സ്റ്റൈലിലും ഞാൻ P എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ എഗെയിൻ H3 കൊടുത്തിട്ട് ഞാൻ ഗ്രൂപ്പ് ഐറ്റംസ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് H3 ഞാൻ ക്ലോസ് ചെയ്തു. ദെൻ അതിന് താഴെ എഗെയിൻ ഞാനൊരു P കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ അതിനകത്ത് ഞാൻ ഗ്രൂപ്പ് ഐറ്റംസ് ആയിട്ട് ഒപ്പനയും അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് തിരുവാതിര എന്നും കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കോഡാണ് കേട്ടോ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഒരു P നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അപ്പം നോക്കിക്കേ, നമ്മുടെ കോഡ് ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം. അപ്പം എങ്ങനെയാണ്, ഫയൽ എടുക്കുക, സേവ് എടുക്കുക. ഓക്കെ, എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് അത് എടുക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഇനി പേര് ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്യാം, നമുക്കവിടെ .html വെച്ചിട്ടായിരിക്കണം നമ്മളത് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ കലോത്സവം .html എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഫയൽ നെയിം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഫയൽ നെയിം .html എന്ന് ടൈപ്പ് ചെയ്യണം, അത് വിട്ടുപോകരുത്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു സേവ് ചെയ്ത ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫയൽ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആ ഒരു കളറിനൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ആ ഒരു ഫയൽ എടുക്കുക, അതിൻ്റെ അകത്ത് ചാപ്റ്റർ 3 അതിലിതാ ആ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിക്കേ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, നമുക്കിത് രണ്ടും കൂടെ വെച്ച് നിന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ,
നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തിരുന്നു സ്കൂൾ കലോത്സവം, അതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ H3 കൊടുത്ത ആ ഒരു ഹെഡിങ്, അതുപോലെ മോഹിനിയാട്ടം, ഭരതനാട്യം, അത് രണ്ടും നമുക്ക് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് ഒരേപോലെ വന്നിരിക്കുന്നതുണ്ടോ. എന്നാൽ നമ്മൾ ആ ഒരു സ്റ്റൈലിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു മേളിൽ CSSൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ ആ കാര്യങ്ങളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ആ ഒരു ചേഞ്ച്, അതായത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ ഒരു സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്ന് നോക്കാനായിട്ട്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ഫോൺ ഫാമിലി, കളറ്, ഫോൺ സൈസ്, ഇതിലൊക്കെ കുറച്ച് ചേഞ്ചസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് നമുക്കൊന്ന് വരുത്തി നോക്കാം എന്തായിരിക്കും അപ്പോൾ വരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിളൊക്കെ ഉണ്ടായി എന്താണ് ചേഞ്ച് വരുന്നതെന്നുള്ളത് നോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു പേര് മാത്രം, ആ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ആ ഒരു ചേഞ്ചസ് മാത്രം നമ്മൾ വരുത്താം, മൊത്തം നമ്മൾ മാറ്റരുത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് ആ ഒരു P എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് പാരഗ്രാഫിലുള്ള കൊടുക്കുന്ന കാര്യങ്ങൾക്കുള്ള ഫോൺ ഫാമിലി, കളറ്, ഫോൺ സൈസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കുക. ഇപ്പുറത്ത് നമുക്ക് ഓൾറെഡി സേവ് ആയതുകൊണ്ട് അതൊന്ന് റീലോഡ് ചെയ്താൽ മതി. അപ്പം അതാ നോക്കിക്കേ, നമുക്ക് ആ ഒരു ഫോണ്ട് മാറിയിട്ടുണ്ട്, ഫോണ്ടിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, അതുപോലെ സൈസും മാറി നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പം അതാണ് ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ CSSൽ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തൊരു CSS ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് സെലക്ടർ ആണ്, അല്ലെങ്കിൽ എലമെന്റ് സെലക്ടർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്, പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പം എന്താണ് ടൈപ്പ് സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതിൽ ആ ഒരു P എന്ന് പറയുന്നത് എന്താ, പാരഗ്രാഫ് ആണല്ലേ, അത് ഓൾറെഡി ഒരു ടാഗ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ P എന്ന് പറയുന്ന ടാഗിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നോ, എവിടെയൊക്കെ ഈ ഒരു P എന്ന ടാഗ് യൂസ് ചെയ്യുന്നോ അതിനെല്ലാം നമ്മൾ ആ ഒരു സ്റ്റൈലിൽ കൊടുത്തിരുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും കിട്ടുക. അതായത് ആ ഒരു സെയിം ഫോൺ ഫാമിലി, സെയിം കളറും ആ സെയിം ഫോൺ സൈസിലായിരിക്കും ആ P എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ ടൈപ്പ് സെലക്ടർ എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ടാഗിന് എന്താണോ, ആ ഒരു ടാഗ് എന്താണോ കൊടുത്തിരിക്കുന്നത് ആ സെയിം നെയിം തന്നെയാണ് നമ്മൾ ആ ഒരു സ്റ്റൈലിനും കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് സെലക്ടർ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇൻ വൺ വെബ് പേജ് when a tag is to be used several times, അതായത് ഒരു വെബ് പേജിൽ ഒരു ടാഗ് ഒത്തിരി തവണ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നു, അതും സെയിം പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. ഓക്കെ, അതായത് സെയിം പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഒരു ടാഗ് നമുക്ക് ഒരു വെബ് പേജിൽ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ, സ്റ്റൈലിൻ്റെ ഉള്ളിൽ നമ്മളത് മെൻഷൻ ചെയ്ത് ആ ഒരു സ്റ്റൈൽ നമ്മൾ അവിടെ കൊടുക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ടൈപ്പ് സെലക്ടർ. And when the name of the tag is itself used for specifying the styles of the tag, അതായത് നമ്മളുടെ ആ ഒരു ടാഗിൻ്റെ പേര് തന്നെ, ആ ടാഗ് തന്നെ നമ്മൾ ആ ഒരു സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ടൈപ്പ് സെലക്ടർ എന്ന് നമ്മൾ വിളിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫോൺ ഇത് നിങ്ങൾ നോക്കി, ഈ ഒരു കോഡിൽ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി P കൊടുത്തിരിക്കുന്നത് എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലായി. P യൂസ് ചെയ്തിരിക്കുന്നിടത്തൊക്കെ നമുക്ക് ആ ഒരു സ്റ്റൈൽ കിട്ടും. ഇത് കൂടാതെ നോക്കിക്കേ, ഈ ഒരു സിംഗിൾ ഐറ്റംസ് എന്നും അതുപോലെ ഗ്രൂപ്പ് ഐറ്റംസ് എന്നും നമ്മൾ കൊടുത്തിരിക്കുന്നത് H3-ലല്ലേ. അപ്പോൾ അത് രണ്ടിനും ഒരേ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമുക്കതിന് രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ P കൊടുത്തതിൻ്റെ താഴെയായിട്ട് നമുക്ക് H3 എന്ന് കൊടുത്തിട്ട് അതിനൊരു സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, സ്റ്റൈലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പം നമ്മൾ H3 എന്ന് കൊടുത്തു, താഴെ നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിനൊരു ഫോൺ ഫാമിലിയും കളറും സൈസൊക്കെ ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് H3 നമ്മൾ H3 എന്ന് തന്നെ നെയിം കൊടുത്തത് എന്തുകൊണ്ടാണ്, ആ H3 എന്ന് പറയുന്ന ടാഗിലുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ H3 എവിടെയൊക്കെ H3 ഉണ്ടോ അതിനെല്ലാം ഈ പ്രോപ്പർട്ടീസ് തന്നെ മതി, ചേഞ്ചസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ മതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് തന്നെ നമ്മളിവിടെ നെയിമായിട്ട് കൊടുക്കും. ഓക്കെ, ഈ ഒരു സ്റ്റൈലിൻ്റെ പേരായിട്ട് നമ്മൾ കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടൈപ്പ് സെലക്ടർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു H3-ൽ വരേണ്ട ഫോൺ ഫാമിലിയും അതുപോലെ അതിൻ്റെ കളറ്, ഓക്കെ, കളറിൻ്റെ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്, അതുപോലെ ഫോൺ സൈസും. ശ്രദ്ധിക്കുക, ഫോൺ ഫാമിലിന്ന് ടൈപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, കോളൻ കൊടുക്കുക. ഓക്കെ, കോളൻ കൊടുത്തിട്ട് എഴുതുക, എന്നിട്ട് സെമി കോളൻ ഇട്ടില്ലെങ്കിൽ അത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കുത്തും കോമയും പോയാൽ പോയി. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്യുക, ഒരു കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം.
ഇനി ഇത് നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റീലോഡ് ചെയ്യാം ഈ ഒരു പേജ്. അപ്പോൾ ഞാൻ നോക്കിക്കേ, സിംഗിൾ ഐറ്റംസിനും ഗ്രൂപ്പ് ഐറ്റംസും ഒരേപോലെ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. അതിൻ്റെ കളർ വ്യത്യാസം വന്നു, ഫോണ്ടിൽ വ്യത്യാസമുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് സെലക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെന്റ് സെലക്ടർ. ക്ലിയർ ആയോ? ഈ ഒരു ടൈപ്പ് സെലക്ടർ പോലെ തന്നെ അടുത്തത് നമുക്ക് വരുന്നതാണ് ക്ലാസ് സെലക്ടർ. ഓക്കെ, എന്നാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈ ഒരു പി അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു H3 കൊടുക്കുന്നത് എവിടെ കൊടുത്താലും ആ സെയിം പ്രോപ്പർട്ടീസ് തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് അങ്ങനെയല്ല. ആദ്യത്തെ ഹെഡിങ് H3 കൊടുത്ത ആദ്യത്തെ ഹെഡിങ്ങിന് ഒരു ഫീച്ചറും രണ്ടാമത്തെ ഹെഡിങ് അതായത് H3 തന്നെ കൊടുത്ത് നമ്മൾ രണ്ടാമത്തെ കൊടുത്ത ഹെഡിങ്ങിന് വേറൊരു കളറുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പി കൊടുത്തല്ലോ, പി കൊടുത്ത് എഴുതിയ ആദ്യത്തെ ആ ഒരു മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും ഒരു ബ്ലൂ കളറും താഴെ ഗ്രൂപ്പിൽ കൊടുത്തിരുന്ന പിയിൽ എന്തൊക്കെയായിരുന്നു? നമുക്ക് ഒപ്പനയും തിരുവാതിര ആയിരുന്നു അല്ലേ. അപ്പം അതിന് എനിക്കൊരു റെഡ് കളറും കൊടുക്കണമെന്ന് വിചാരിക്കാം. നോക്കുമ്പോൾ എന്താ, ടാഗ് രണ്ടും സെയിം ആണ്, പക്ഷെ നമുക്ക് കളർ മാറ്റി കൊടുക്കണം. അപ്പം അത് നമുക്ക് ടൈപ്പ് സെലക്ടർ വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണോ നമ്മൾ ആ ഒരു സിംഗിൾ ടാഗിന് നമ്മൾ കൊടുക്കുന്ന ഫീച്ചർ, ആ ടാഗ് എവിടേക്ക് യൂസ് ചെയ്യുന്നോ അതിനെല്ലാം ആ ഫീച്ചർ വരും. അപ്പം അങ്ങനെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സെയിം ടാഗിന് തന്നെ സെപ്പറേറ്റ് ഫീച്ചേഴ്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലാസ് സെലക്ടർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ ക്ലാസ് സെലക്ടേഴ്സ് can be used to give distinct properties to different contents that are included in the same page with using the same tag. അതായത് സെയിം പേജിൽ സെയിം ടാഗ് യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടന്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഗിവ് എ സ്വീറ്റബിൾ നെയിം അലോങ് വിത്ത് ദ നെയിം ഓഫ് ദ ടാഗ്. അതായത് ആ ഒരു ടാഗിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു പേര് കൂടി കൊടുക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ സ്റ്റൈൽ കൊടുത്തപ്പോൾ എന്താ ചെയ്തേ? സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് താഴെ പി എന്ന് മാത്രം കൊടുത്തു, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു, ഡീറ്റെയിൽസ് കൊടുത്തു, ക്ലോസ് ചെയ്തു. അതുപോലെ H3 എന്നുള്ള ടാഗ് കൊടുത്തു, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു, ആ ഒരു ഫീച്ചേഴ്സ് കൊടുത്തു, അത് ക്ലോസ് ചെയ്തു. ഇങ്ങനെയല്ലേ എഴുതിയേ? ക്ലാസ് സെലക്ടർ വരുമ്പം ഈ ഒരു പീൻ്റെ കൂടെ നമ്മൾ ഒരു പേര് കൂടെ കൊടുക്കാം. അതുപോലെ H3 എന്ന ടാഗിൻ്റെ കൂടെ വേറൊരു പേര് കൂടി കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ ഒരു ഡോട്ട് വെച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു പേജിൽ ഒരേ ടാഗ് ഉപയോഗിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത കണ്ടന്റുകൾക്ക് വെവ്വേറെ സവിശേഷതകൾ കൊടുക്കണമെങ്കിൽ ക്ലാസ് സെലക്ടർ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് ആ ഒരു സെയിം കോഡ് തന്നെ എടുക്കാം. ഇതിൽ നോക്കിക്കേ, ഇതിൽ ഈ ഒരു മോഹിനിയാട്ടം ഭരതനാട്യം അതുപോലെ ഒപ്പന തിരുവാതിര. ഈ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും എനിക്കൊരു ബ്ലൂ കളറിലും ഒപ്പനയും തിരുവാതിര എനിക്കൊരു റെഡ് കളറിലും കൊടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സെയിം ടാഗ് തന്നെയാണ്, പക്ഷെ എനിക്ക് പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പം അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്കിവിടെ ഈ ഒരു കോഡിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കോഡ് എടുക്കാം. കോഡിൽ ഈ ഒരു ഫസ്റ്റത്തെ പി നമ്മൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പി ടാഗ് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു പി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കുക. ഓക്കെ, ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം അവിടെ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്ലാസ് സെലക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു ഈക്വൽ ടു ഇടുക, എന്നിട്ട് ഒരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ബ്ലൂ എന്ന് ഞാൻ കൊടുത്തു. ഇത് ആ ഒരു കളറിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു പേര് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാനിത് ബ്ലൂ കളറിൽ കൊടുക്കാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഇതിന് ഞാൻ ബ്ലൂ എന്നൊരു പേര് കൊടുത്തു. ക്ലാസ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതെന്താ കൊടുത്തേന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഞാനിവിടെ ബ്ലൂ എന്നൊരു പേര് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് വരുത്തണം. അതായത് നമുക്ക് നേരെ അതിൻ്റെ സ്റ്റൈൽ എടുക്കുക. ആ ഒരു മോഹിനിയാട്ടത്തിൻ്റെയും ഭരതനാട്യത്തിൻ്റെയും മുകളിൽ നമുക്ക് ആ ഒരു കൊടുത്തിരിക്കുന്ന സ്റ്റൈലിൽ പി കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ആ ഒരു നെയിം നമ്മൾ കൊടുക്കുക. അതായത് പി ഡോട്ട് ബ്ലൂ എന്ന് കൊടുക്കുക. അതായത് ക്ലാസ്സിന് നമ്മൾ എന്ത് പേരാണോ കൊടുത്തത് ആ പേര് നമ്മുടെ ടാഗ് കഴിഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ എന്താണ് വേണ്ടത്? റെഡ് ബ്ലൂ കളറാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ എന്താ? എനിക്ക് താഴെ ആ ഒരു ഒപ്പനയും തിരുവാതിരയും എനിക്കൊരു റെഡ് കളറിൽ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് അടുത്ത പേര് കൊടുക്കാം. അപ്പോൾ ദാ ഈ പി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് ക്ലാസ് എന്ന് എഴുതി ഈക്വൽ ടു ഇട്ട് ഡബിൾ കോട്ട്സിൽ ഞാൻ റെഡ് എന്ന് പേര് കൊടുത്തു. പേരാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, അത് ഓർക്കുക. ഓക്കെ, എനിക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് എന്ന് തന്നെ കൊടുത്തത്. ഇനി എന്ത് ചെയ്യുക? അതിന് താഴെ രണ്ടാമത് ടൈപ്പ് ചെയ്യുക. ഓക്കെ,
പി ഡോട്ട് റെഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ആ ഒരു ഫീച്ചർ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുക. അല്ലാതെ ആദ്യത്തെ തന്നെ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുക, ഫോണ്ട് ഫാമിലി ടൈപ്പ് ചെയ്യുക. അതുപോലെ നമുക്ക് അതിൻ്റെ കളർ നമുക്ക് എന്താക്കണം, റെഡ് ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് കളറ് നമുക്ക് ആ ഒരു റെഡിൻ്റെ കോഡ് അടിക്കാം. ഓക്കെ, റെഡിൻ്റെ കളർ കോഡ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഫോണ്ട് സൈസും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ക്ലാസ് സെലക്ടർ ടൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മൾ താഴെ പി ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തേക്കുക. അതിൻ്റെ കൂടെ മേളിൽ ആ ഒരു സ്റ്റൈലും ചേഞ്ച് വരുത്താം. ഇനി ഒന്ന് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. എന്താ ചേഞ്ച് വന്നു. നമ്മളുടെ മോഹിനിയാട്ടത്തിന് ബ്ലൂ കളറും താഴെ ആ ഒരു ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കും റെഡ് കളറും നമുക്ക് വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ് സെലക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ക്ലാസ്സിന് ഒരു പേര് കൊടുക്കുക. മുകളിൽ നമ്മൾ പി ഡോട്ട് ആ ഒരു പി ആണെങ്കിൽ പി, ഇപ്പോൾ വേറെ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റൈല് കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് കൂടി ആ ഒരു സ്റ്റൈല് നമുക്കൊന്ന് കൊടുത്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോർമലായിട്ട് എങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി കഴിഞ്ഞിട്ട് BG കളർ എന്ന് കൊടുത്ത് ഈക്വൽ ടു ഇട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കും, നമ്മുടെ ആ ഒരു കളർ കോഡ് കൊടുക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ ആദ്യം കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കോഡ് ഞാൻ ടൈപ്പ് ഒരു ലൈറ്റ് ഗ്രേ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് റീലോഡ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ലൈറ്റ് ഗ്രേ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമ്മളിപ്പോൾ ഓൾറെഡി CSS ഒക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടെ സ്റ്റൈൽ ടാഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ബോഡിയും കൂടെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ടാഗ് തന്നെ നമുക്ക് അതിന് പേരായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് എന്താണ്, നമ്മളുടെ ടൈപ്പ് സെലക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബോഡി എന്ന് കൊടുക്കാം. ടൈപ്പ് സെലക്ടർ അല്ലെങ്കിൽ എലമെന്റ് സെലക്ടർ എന്ന് പറയാം. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യണം. ഒരിക്കലും BG കളർന്ന് ടൈപ്പ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ടൈപ്പ് ചെയ്യുക, കോളൻ ഇടുക, നിങ്ങളുടെ കളർ കോഡ് ടൈപ്പ് ചെയ്യുക, ദെൻ സെമി കോളൻ. ഈ ഒരു ഫോർമാറ്റ് മാറി പോകരുത്. എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റേ മെത്തേഡിലായിരുന്നു. അപ്പോൾ അത് ഓർത്തിട്ട് അതുകൊണ്ടൊന്നും ഇവിടെ ചെയ്യരുത്. നമുക്കിവിടെ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാം. സേവ് ആസ് അല്ല, നമുക്ക് സേവ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് സേവ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ Ctrl+S പ്രസ് ചെയ്താലും മതി. ഇനി ഇതൊന്ന് റീലോഡ് ചെയ്യാം. ഇതാ ഒരു സ്കൈ ബ്ലൂ കളർ നമുക്ക് അതിൻ്റെ ബാക്കിൽ നമുക്ക് കിട്ടിയ സ്കൈ ബ്ലൂ അല്ല, ഒരു ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ തന്നെ ഒരു ലൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഇത് നമ്മൾ CSS യൂസ് ചെയ്താണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഹെഡിങ്ങിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്ന് വിചാരിക്കാം. അതും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യാം, ഈ ഹെഡിങ് എല്ലാം നമ്മൾ H3ൻ്റെ ഉള്ളിലല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ H3ൻ്റെ ആ ഒരു സ്റ്റൈല് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അവിടെയും ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു കോളൻ ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കളറാണോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടത് ആ കളറിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെമി കോളൻ. അത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക, ദെൻ റീലോഡ് ചെയ്യാം. അപ്പോൾ അതാ നോക്കിക്കേ, നമുക്ക് റെഡ് കളർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഹെഡിങ്ങിന് മാത്രമായിട്ട് നമുക്ക് റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു പേജിനെ സ്റ്റൈൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിപ്പോൾ ചെയ്ത ഈ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഒരുപാട് പേജിൽ നമുക്ക് റീയൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. അതായത് ഈ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും കോഡ്, ഇത്രയും സംഭവം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വേറെ വെബ് പേജുകളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് എല്ലാത്തിലും ടൈപ്പ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് ഇത്തിരി ടൈം കൺസ്യൂമിങ്, മീൻസ് ടൈം നമുക്ക് ഇത്തിരി കൂടുതൽ നമുക്ക് ചിലവാകും. അതുപോലെ തന്നെ കുറേ മെമ്മറി സ്പേസ് നമുക്ക് പോവും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി അല്ല, കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ വേറൊരു ഫയലിൽ നമുക്കിത് സേവ് ചെയ്യാം. അതായത് നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ന്യൂ എടുക്കാം, എന്നിട്ട് ഇതിൽ അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ആ ഒരു സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലുള്ള കോഡ് മാത്രമാണ് കേട്ടോ എടുത്തത്. ഓക്കെ, അപ്പോൾ അത് മാത്രം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ സേവ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സേവ് ചെയ്യുമ്പോൾ .css എന്ന് പറഞ്ഞ് വേണം സേവ് ചെയ്യാം. നമ്മുടെ എക്സ്റ്റൻഷൻ എന്താണ്? .css. ഒരിക്കലും .html ടൈപ്പ് ചെയ്യരുത്. ഓക്കെ,
അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൈലെന്ന് ഞാൻ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റൈലെന്ന് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മളത് ലൊക്കേഷനിൽ നമ്മൾ സേവ് ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് നോക്കിക്കേ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ആ ഒരു സ്റ്റൈലൊന്നും ഇല്ലല്ലോ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ. ഇതിനെ നമുക്ക് ഒന്നുകൂടെ സേവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സേവ് ആസ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് കലോത്സവം _new എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതായത് പുതിയ ഒരെണ്ണമായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും ഞാൻ സേവ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഫോൾഡർ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അതിലിപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ചാപ്റ്റർ 3 ഇവിടെ ഉണ്ട്. അതിനകത്ത് നോക്കിക്കേ, kalolsavan.html, kalolsavan_new.html, style.css, ഇങ്ങനെ 3 എണ്ണം നമുക്ക് വന്നു. അപ്പോൾ ഈ ആദ്യത്തെ 2 എണ്ണം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് വരുന്നത്. ഇനി സെക്കൻഡ് വൺ വരുന്നത് നോക്കിക്കേ, ഒരു സ്റ്റൈലും ഇല്ല അല്ലേ, ജസ്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ. രണ്ടും നോക്കി കണ്ടോ, നമ്മൾ ആ ഒരു CSS ഇൻക്ലൂഡ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അതില്ലാത്തപ്പോൾ ഉള്ളതും കൂടെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവാനാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സേവ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇതിലുള്ള ആ ഒരു വ്യത്യാസം. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ രണ്ടാമത്തതിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫയലിൻ്റെ നമുക്ക് ആ ഒരു പേജ് സോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് താഴെ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിൽ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് എഡിറ്ററിൽ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കോഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റൈലിൽ ഒന്നും വന്നിട്ടില്ല അല്ലേ, സ്റ്റൈലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി CSS style.css എന്ന് നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിത് ആ ഒരു ടൈറ്റിലിന് താഴെ ഹെഡിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. നോക്കിക്കേ, ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് REL = കോട്ട്സിൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റൈൽ ഷീറ്റ്, ദെൻ ഒരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് ടൈപ്പ് അഗെയിൻ കോട്ട്സിൻ്റെ അകത്ത് text/CSS, എന്നിട്ട് ആ ഒരു കോട്ട്സ് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക. ദെൻ href ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് പേരിലാണോ ആ ഒരു CSS ഫയൽ സേവ് ചെയ്തത് അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ style.css എന്നാണ് ടൈപ്പ് ചെയ്തത്, അപ്പോൾ അത് അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ style.css, എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇനി അത് സേവ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് സേവ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് വെറുതെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയർഫോക്സ് വിൻഡോയിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് കിട്ടിയാലേ, നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു സ്റ്റൈല് നമുക്കിവിടെ കിട്ടിയത്. ഇപ്പം നമ്മൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നോ? ഇല്ലല്ലോ. ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ആ ഒരു ഫയലിൽ നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പം നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വേറൊരു രീതിയിൽ ഈ ഒരു CSS ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ എന്താണെന്നുള്ളത്? അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു CSS എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഫുള്ളായിട്ട് പഠിച്ചു. ഓക്കെ, പഠിച്ചു, എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മെത്തേഡിൽ ഈ കാസ്കേഡിങ് സ്റ്റൈൽസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻലൈൻ, അതുപോലെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇൻലൈൻ CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾ പഠിച്ച ആ ഒരു മെത്തേഡ്, അതായത് HTML എലമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ടാഗിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയുന്നത്. ഓക്കെ, സോ ആഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഈച്ച് എലമെൻറ്റ് എലോങ് വിത്ത് ദി ടാഗ് ഇറ്റ് സെൽഫ്. ഓക്കെ, അതിപ്പോൾ ആ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ബോഡി സ്റ്റൈൽ = ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, അതായത് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ HTML നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ ഇൻലൈൻ CSS എന്ന് പറയും. ഇനി ഇന്റേണൽ CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആദ്യം നോക്കിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ഒരു കോഡിൻ്റെ അകത്ത് ഓൾറെഡി സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഒരു ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തൊരു സെക്ഷൻ, ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ CSS എന്ന് പറയുന്നത്. അതായത് here the properties are defined using either type selector or class selector inside the style tag. അതായത് ടൈപ്പ് സെലക്ടറോ അല്ലെങ്കിൽ ക്ലാസ് സെലക്ടറോ യൂസ് ചെയ്ത് സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ CSS എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഓക്കെ,
ഇനി ലാസ്റ്റ് വരുന്നതാണ് എക്സ്റ്റേണൽ CSS. അത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ലാസ്റ്റ് ആയിട്ട് പഠിച്ച ആ ഒരു രീതി. അതായത് നമ്മൾ ഇതിനെ ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, സോ കാസ്കേഡിംഗ് സ്റ്റൈൽസ് required for one or more web pages are included in a separate file with .css extension. അതായത് സെയിം ആ ഒരു സ്റ്റൈൽ തന്നെ ഒത്തിരി പേജിൽ നമുക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ അതിനൊരു സെപ്പറേറ്റ് ഫയലായിട്ട് ഒരു .css എക്സ്റ്റൻഷനോടുകൂടി സെപ്പറേറ്റ് ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് അതിന് ഇതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കും. ആ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, വളരെ കുറച്ച് പോർഷൻസ് ആയിരുന്നല്ലോ. അതായത് ജസ്റ്റ് നമ്മൾ ഓൾറെഡി HTML പഠിച്ചതാണ്. അപ്പോൾ അതിലേക്ക് CSS എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ലിയർ ആയില്ലേ എല്ലാം? അപ്പോൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഓക്കെ, നമുക്ക് തിയറിക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് HTML. എന്തായിരുന്നു? നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ഹൈപ്പർ ടൂൾ മാർക്കപ്പ് ലാംഗ്വേജ്, ഹൈപ്പർ ടൂൾ മോഡൽ ലിങ്ക്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ HTMLന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CSS. ഓക്കെ, അപ്പോൾ CSSന്റെ ഫുൾ ഫോം എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റൈൽ, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, കാസ്കേഡിംഗ് സ്റ്റൈൽ സിസ്റ്റം. അപ്പോൾ ഇതിൽ ഏതായിരുന്നു? സെക്കൻഡ് വൺ ആണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, add in the properties of each tag along with the tag itself is dash CSS. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടാഗിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് CSS എന്നാണ് വിളിക്കുന്നത്? നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. അപ്പോൾ ഇതിൽ ഏതിലായിരിക്കും അത് വരിക? ഇൻലൈൻ CSS ആണ്. ഓക്കെ, ഇനി സേ ട്രൂ ഓർ ഫോൾസ്. നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. യൂസ് ദ കോളൻ സൈൻ ടു സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആൻഡ് വാല്യൂ. ശരിയാണോ? ശരിയാണല്ലേ? നമ്മൾ CSSൽ നമ്മൾ സ്റ്റൈൽ എഴുതാൻ നേരത്ത് എപ്പോഴും പ്രോപ്പർട്ടിയും വാല്യൂയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോളൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് വൺ നമുക്ക് ട്രൂ ആയിട്ട് പറയാം. ഓക്കെ, ഇത് ട്രൂ ആണ്. ദെൻ അടുത്തത്, നോ നീഡ് ടു യൂസ് ദ സെമികോളൻ ആഫ്റ്റർ എവറി പ്രോപ്പർട്ടി. എല്ലാ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടും സെമികോളൻ കൊടുക്കണം എന്ന് ഒരാവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. അവിടെ നമുക്ക് എറർ വരും. ഏതൊരു പ്രോപ്പർട്ടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യേണ്ട എങ്ങനെയാണ്? സെമികോളൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് HTML ടാഗ് ഷുഡ് വി ആഡ് ദ ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഏത് ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോഡിയുടെ ഉള്ളിലാണോ, സ്റ്റൈലാണോ, P ആൻഡ് ദെൻ A. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്? സ്റ്റൈൽ. CSS എപ്പോഴും കൊടുക്കേണ്ടത് സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ? അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? പറഞ്ഞു തന്നെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ തിയറിയും അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഒരുമിച്ചാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ തിയറി പാർട്ട് എന്തൊക്കെയാണെന്നുള്ളത് എളുപ്പമല്ലേ? വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആണെങ്കിലും നിങ്ങൾ ഓൾറെഡി HTML പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? വളരെ ചെറിയൊരു പോർഷനായ ആ ഒരു CSSന്റെ കാര്യം മാത്രമേ നമുക്കിതിലുള്ളൂ. ഏതൊക്കെയായിരുന്നു? 3 രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇൻലൈൻ CSS ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, അതുപോലെ ഇന്റേണൽ ഉണ്ട്. ഈ 3 രീതിയിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് എവിടേക്കാണ് കൊടുക്കേണ്ടത്, അത് ടൈപ്പ് ചെയ്യേണ്ട രീതി എന്താണ്, ആ ഒരു ടാഗ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ഒരു CSS ഫയലിൽ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം, ആ ലിങ്ക് ചെയ്യുന്ന ആ ഒരു ടാഗ്, ആ ഒരു കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മളിതിൽ പറഞ്ഞു ഇത് പ്രോപ്പർട്ടി വാല്യൂസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ കോളൻ യൂസ് ചെയ്യണം. ലാസ്റ്റ് അത് എൻഡ് ചെയ്യാൻ നേരത്ത് സെമി കോളൻ യൂസ് ചെയ്യണം. ഈ ഒരു കോളനോ സെമി കോളനോ മിസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ എററായിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പം അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിന് പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻ വേണമെന്ന് നിങ്ങൾക്കില്ല അല്ലേ? നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു വെബ് പേജ്, ഈ ഒരു HTML CSS എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതൊന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്നതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. സോ see you in the next video. Bye.